വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ തന്നെ ഷോപ്പിലെ ഏറ്റവും കുഞ്ഞാളെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. വാ വാ. അപ്പോൾ ഇതാണ് ദിയ. ദിയ എല്ലാവർക്കും ഒരു ഹായ് പറയൂ. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ദിയ ഈ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് കാണിക്കാമോന്ന്. അപ്പോൾ ദിയ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ജോർജറ്റാണ്, സൈഡ് സ്ലിറ്റാണ്, നെക്കിൽ സിമ്പിളായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ദിയ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീൻ്റെ ജസ്റ്റ് ക്ലോസ് വ്യൂയിലേക്ക് പോയതിനു ശേഷം ഇന്നത്തെ നമ്മുടെ മെയിൻ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ അടുത്തൊരാളെയും കൂടെ പരിചയപ്പെടുത്താൻ വരൂ ഗൈസ്. ഇതാണ് അൽമ. ഹായ് ഗൈസ്. അൽമയ്ക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനുണ്ടോ? കുട്ടിയുടെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ മെയിൻ പ്രത്യേകത. ഒന്ന് കാണിച്ചു കൊടുക്കുക ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ കാണാൻ? ഇവിടെ ഉള്ളതിൽ എല്ലാവരുടെയും അളിയനാണ് അൽമ. നമ്മളെല്ലാവരും അളിയൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ദിയേനെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടല്ലോ. ദിയയും ഇവിടുത്തെ ഏറ്റവും ചെറിയ ആളാണ് ദിയ. അൽമ ഇവിടുത്തെ ഫങ്കിയാണ്. പിന്നെ എന്ത് പറയാൻ, എല്ലാവരുടെയും അളിയനാണ്. പിന്നെ ദിയ അൽമേനെ പറ്റി രണ്ട് വാക്ക് പറയൂ. രണ്ട് വാക്ക് ചേച്ചി രണ്ട് വാക്ക് എന്നെ പറ്റി പറയും. കുട്ടീനെ പറ്റി പറയണേ, കുട്ടി ഭയങ്കര ഫ്രീക്കാണ്. ഒരു പയ്യന്മാരുടെ സ്റ്റൈലാണ്. എല്ലാത്തിനും ഫ്രണ്ടിൽ കാണും. പിന്നെ എന്ത് പറഞ്ഞാലും അധികം പറയില്ല. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആരാണെങ്കിലും കറക്റ്റ് ആയിട്ട് പ്രതികരിക്കും. അത് പൊളിയാണ്. പിന്നെ കുട്ടി ശരിക്കും മെയിൻ ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ, മെയിൻ നിങ്ങളോട് കൂടുതലും ചാറ്റ് ചെയ്യുന്ന ആള്, അതിൽ ചാറ്റ് ചെയ്യുന്നതിൽ ഒരാള് അൽമയാണ്. അപ്പൊ നിങ്ങൾക്ക് വല്ല തെറികളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റിലൂടെ പറയുക. അപ്പൊ ഇതാണ് അൽമ. നിങ്ങൾക്ക് അൽമേനെയും ദിയക്കുട്ടീനെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അവരെയും കൂടി കാണിച്ചത്. ഇനി ഒത്തിരി പേരുണ്ട്, അവരൊക്കെ വഴിയെ പരിചയപ്പെടാം. അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ബൈ പറയൂ ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഷെയ്ഡ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ക്ലോസ് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് നോക്കാം. ഇത് വന്നിട്ടൊരു എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു പേസ്ലി പ്രിൻ്റാണ്. അതിൽ നമ്മൾ പേസ്ലി സ്റ്റൈലിൽ മെയിൻലി കട്ട് ബീഡ്സും സ്വീക്കൻസും മിറേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ്. നല്ല കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലൈമറ്റിന് ബെസ്റ്റാണ്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കും. വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത്. സ്ലീവ് ഉണ്ട്, ഫുൾ സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ലൈനിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ചൂടെടുക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിന്റ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഒതുങ്ങി കിടക്കും, നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. എപ്പോഴും നമുക്ക് കിട്ടാത്ത പ്രിൻ്റാണിത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്. ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇതിൽ ബ്ലാക്ക് ബീഡ്സ് വരുന്നതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ബീഡ്സും ഉണ്ട്, ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സും മിറേഴ്സും സ്വീക്കൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തീസാണ് ഇതെല്ലാം. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നിങ്ങൾക്ക് വരുന്നത്. വെറും 899 ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജിലാണ് വരുന്നത്. അപ്പോൾ ഇത് ബ്ലൂ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും ഡിഫറെൻറ്റുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു കുർത്തി നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന. കട്ട് ബീഡ്സും മിറേഴ്സും സ്വീക്കൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയിലാട്ടോ ചെയ്യിക്കുന്നത്. നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഒരിടത്തും കിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കളക്ഷൻസ് ആണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം.
ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഗോൾഡ് അങ്ങനെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സ്ലീവ് കൊണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഈ യോക്ക് പാർട്ടിൽ നല്ല തിക്കാക്കി തന്നെ കട്ട് ബീഡ്സും മിറാസും സീക്വൻസ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസാണ്. ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല, അത്ര ബെസ്റ്റ് ആയിട്ടുള്ള കുർത്തീസാണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു കളേഴ്സാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ല. ഇതിൻ്റെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡ് ബീഡ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ ബീഡ്സ് വെച്ചിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം ബെസ്റ്റാണ്, ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാ ഷെയ്ഡ്സും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും, നല്ല ഒതുങ്ങി കിടക്കും. ഫുൾ സ്ലീവാണ്. നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു കുർത്തീസാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസത്തെ കമൻസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചാൽ കിട്ടില്ല, റിപ്ലൈ ഇല്ല എന്നൊക്കെ. ശരിക്കും നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയിട്ടുണ്ട്, അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തിൽ തന്നെ വെബ്സൈറ്റ് റെഡിയാണ്. അതുവരെയുള്ള ബുദ്ധിമുട്ടാണ് എനിക്കറിയാം കേട്ടോ. ഒത്തിരി പേര് നമുക്ക് ഡെയിലി വരുന്ന ഒരു 8,000ഓളം മെസ്സേജസ് നമുക്ക് പെർ ഡേ നമുക്ക് വാട്സപ്പിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പേര് ഈ ചാറ്റ് എടുത്തിട്ട് നമുക്ക് തീരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാവരും ഇവിടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ റിപ്ലൈ ഇടാൻ ലേറ്റ് ആവുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക. പക്ഷെ മാക്സിമം എല്ലാവർക്കും ഇപ്പം സോൾഡ് ഔട്ട് പറയാണ്ട് നമ്മളെല്ലാവർക്കും മാക്സിമം പ്രോഡക്ട്സ് എത്തിച്ച് തരാനായിട്ട് മാക്സിമം നമ്മളെ ഭാഗത്ത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ സോറി. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.